ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത നിർമ്മാണ കാഴ്ചകളുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴിക്കോട് ബൈപ്പാസിൽ നിർമ്മാണം അവസാനിക്കേണ്ട കാലാവധി ഇനി വെറും 6 മാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 6 മാസം കൊണ്ട് നിർമ്മാണ കമ്പനിയായ KMCക്ക് അവസാനിപ്പിക്കേണ്ട പ്രധാന വർക്കുകൾ ഏതൊക്കെയെന്ന് നോക്കാം. മലാപ്പുറം ഓവർപാസിന്റെ നിർമ്മാണമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതുവരെയും ജംഗ്ഷൻ അടച്ചുള്ള വർക്ക് ആരംഭിച്ചിട്ടില്ല. ഒരു സൈഡിൽ നിന്ന് ആഴത്തിൽ മണ്ണെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരാഴ്ചക്കകം ഓവർപാസിന്റെ നിർമ്മാണം തുടങ്ങുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വർക്ക് ഇവിടെ തുടങ്ങിയാൽ 6 മാസം കൊണ്ട് തീരുമോ എന്ന കാര്യം സംശയമാണ്. രണ്ടാമത്തെ കോരപ്പുഴ പാലത്തിന്റെ വർക്ക് തീർക്കേണ്ടതുണ്ട്. പ്രധാനമായും ഗർഡറുകൾ ലോഞ്ച് ചെയ്യേണ്ട വർക്കാണ് ഇനി ആരംഭിക്കേണ്ടത്. അപ്പോൾ ഈ ബൈപ്പാസിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പുഴപ്പാലമാണ് കോരപ്പുഴയിൽ വരുന്നത്. ഒരുപാട് ഗർഡറുകൾ ലോഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചായിരിക്കും ഇവിടെ ലോഞ്ചിങ്. ഗാൻഡ്രി സെറ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം വേണ്ടി വരും. നിലവിൽ അറപ്പുഴ പാലത്തിലാണ് ക്രെയിൻ ഉള്ളത്. അവിടുത്തെ വർക്ക് അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. അവിടുത്തെ വർക്ക് തീർന്നതിന് ശേഷമായിരിക്കും ക്രെയിൻ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ മലാപ്പുറം ഓവർപാസിന്റെ നിർമ്മാണം പോലെ തന്നെ കോരപ്പുഴ പാലത്തിന്റെയും വർക്ക് ഈ 6 മാസം കൊണ്ട് തീരുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അടുത്തതായി മാളിക്കടവ് ഇരട്ട അണ്ടർപാസിന്റെ 2ാം ഘട്ടം തീർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തടമ്പാട്ട് താഴത്തുള്ള അണ്ടർപാസിന്റെയും കൂടാത്തുംപാറയിലുള്ള അണ്ടർപാസിന്റെയും വർക്കുകളും അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ 6 മാസം കൊണ്ട് തീർക്കാൻ കഴിയുന്ന വർക്കുകളാണ് കേട്ടോ. നാലാമതായി പൂളാടിക്കുന്ന് ഫ്ലൈഓവറിന്റെ 2ാമത്തെ പാലത്തിൽ മുഴുവനായും ഗർഡറുകൾ ലോഞ്ച് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അതിനുശേഷം കോൺക്രീറ്റ് വർക്കും ടാറിങ്ങും അപ്രോച്ച് റോഡിന്റെയും എല്ലാം വർക്ക് ഈ ഒരു 6 മാസ കാലയളവിൽ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അടുത്തത് വെങ്ങളം എലവേറ്റർ ഹൈവേയുടെ അപ്രോച്ച് റോഡിന്റെ വർക്കുകളും അതിനുശേഷമുള്ള ടാറിംഗ് വർക്കും ഈ 6 മാസ കാലയളവിൽ തീർക്കേണ്ടതുണ്ട്. അപ്പോൾ ടാറിങ്ങിന് മുന്നേ മാസ്റ്റിക് പാടൊക്കെ വിരിക്കാനും കിട്ടും. അപ്പോൾ അപ്രോച്ച് റോഡിന്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ വർക്കൊക്കെ തുടങ്ങുക. അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ പാലമാണ് വെങ്ങളത്ത് വരുന്ന പാലം. അടുത്തതായി പാലായി ജംഗ്ഷനിൽ വരുന്ന ഹൈലൈറ്റ് മാൾ മുതൽ സൈബർ പാർക്ക് വരെ നീണ്ടു നിൽക്കുന്ന എലവേറ്റഡ് പാലത്തിന്റെ വർക്കും തീർക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ വെങ്ങളത്തെ പാലം 2ാം സ്ഥാനമാണെങ്കിൽ ഇവിടെ പാലായി ജംഗ്ഷനിലെ പാലമാണ് കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും നീളം കൂടിയ ഫ്ലൈ ഓവർ. അപ്പോൾ ക്രോസ് റോഡിന്റെ വർക്കുകൾ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ അതായത് സൈബർ പാർക്കിന്റെ അവിടുത്തെ വർക്ക് ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. ഈ ഹൈലൈറ്റ് മാളിന്റെ ഭാഗത്തുള്ള വർക്കാണ് ഇനി കാര്യമായി തീർക്കേണ്ടത്. തൊട്ടടുത്തുള്ള പാറ നീക്കം ചെയ്യുന്ന വർക്ക് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തിന്റെ വർക്കുകൾ 6 മാസം കൊണ്ട് തീരുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തതായി മാമ്പിയ പാലത്തിന്റെയും പുറക്കാട്ടി പാലത്തിന്റെയും വർക്ക് ഇനി ടാറിങ് മാത്രമേ ഉള്ളൂ. അത് തീർക്കണം. അപ്പോൾ അപ്രോച്ച് റോഡിന്റെ വർക്കുകളൊക്കെ മണ്ണിട്ട് ഉയർത്തി വരുന്നുണ്ട്. മാസ്റ്റിക് പാഡ് വിരിച്ചതിന് ശേഷമായിരിക്കും ടാറിങ് വർക്ക് നടക്കുക. ചെറിയ പാലമാണ് കോഴിക്കോട് ബൈപ്പാസിലെ പുഴപ്പാലങ്ങളിൽ ഏറ്റവും ചെറിയ 2 പുഴപ്പാലമാണ് മാമ്പിയ പാലവും പുറക്കാട്ടി പാലവും. അപ്പോൾ അവിടുത്തെ വർക്കൊക്കെ എന്തായാലും തീരും. അടുത്തതായി വേങ്ങേരി ഓവർപാസിന്റെ മുഴുവനായുമുള്ള വർക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ 1.5 വർഷമായിട്ടും ഈ ഓവർപാസിന്റെ വർക്ക് മുഴുവനായും കഴിഞ്ഞിട്ടില്ല കേട്ടോ. സർവീസ് റോഡിന്റെ 4-ൽ ഭാഗമാണ് ഇവിടെ വർക്ക് ഇനി അവസാനിപ്പിക്കേണ്ടത്. ഈ ഒരു ഭാഗത്ത് പൈപ്പിടുന്ന വർക്ക് നടക്കുന്നതിനാലാണ് ഇവിടുത്തെ വർക്ക് വളരെ സ്ലോ ആയി പോകുന്നത്. 10 ഗർഡറുകൾ കൂടി ഒരു സൈഡിൽ ലോഞ്ച് ചെയ്ത് ഓവർപാസ് കോൺക്രീറ്റ് ചെയ്താലേ ഈ ഒരു ഓവർപാസിന്റെ നിർമ്മാണം പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ 6 മാസം കൊണ്ടൊക്കെ അത് തീരും കേട്ടോ.
അടുത്തതായി നെല്ലിക്കോട് ഭാഗത്തെ കുന്നടിച്ചുള്ള വർക്കും തീർക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ കുന്നടിച്ചാണ് 6 വരിയുടെ വർക്ക് തീർത്തത്. ഇനി ഒരു ഭാഗത്ത് സർവീസ് റോഡിന് വേണ്ടിയാണ് കുന്നടിക്കുന്നത്. അപ്പോൾ ഈ സർവീസ് റോഡിന് വേണ്ടി കുന്നടിക്കുമ്പോൾ ആ ഭാഗത്ത് ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് ഇവിടെ വർക്ക് നടത്തുന്നത്. അവസാനമായി അറപ്പ പാലത്തിലേക്കാണ്. അറപ്പ പാലത്തിലെ ഗർഡർ ലോഞ്ചിങ് അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഗർഡർ ലോഞ്ച് ചെയ്തതിനു ശേഷം ഷട്ടറിങ്ങിന്റെ വർക്ക് തുടങ്ങും. രാമനാട്ടുകര മുതൽ പന്തിരങ്കാവ് വരെയുള്ള ഭാഗങ്ങളിൽ അറപ്പ പാലം ഒഴിവാക്കിയാൽ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം 6 വരി ഏകദേശം വർക്കുകൾ അവസാനിച്ചതാണ്. അപ്പോൾ അറപ്പ പാലത്തിലെ ഇനിയുള്ള വർക്ക് പെട്ടെന്ന് തീരുട്ടോ. അപ്പോൾ ഇത്രയും വർക്കുകളാണ് കോഴിക്കോട് ബൈപ്പാസിൽ പ്രധാനമായും ഇനി തീർക്കേണ്ടത്. ഇതിനോടൊപ്പം ചിലയിടങ്ങളിൽ വീതി കൂട്ടുന്ന വർക്കുകളും സർവീസ് റോഡിന്റെ വർക്കുകളും ബാക്കിയുണ്ട്. പെയിന്റ് അടിക്കുന്ന വർക്കൊക്കെ ഓരോ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാർച്ചിൽ വർക്ക് അവസാനിപ്പിച്ച് ഏപ്രിൽ മാസത്തിൽ കോഴിക്കോട് ബൈപ്പാസ് പൂർണ്ണമാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.